നമസ്കാരം. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയന്റെ ആഭ്യന്തര ഭരണം എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിക്കാരും പോലീസിലെ ചില ക്രിമിനലുകളും കാണിച്ച കൊടും ചതികളും കൊലപാതകങ്ങളും പൂഴ്ത്തിവെക്കാനും അട്ടിമറിക്കാനും വേണ്ടി മാത്രം ഉപയോഗിച്ച ഒന്നായിരുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നവകേരള യാത്രയിലെ ഗൺമാന്മാരുടെ ഗുണ്ടായുസത്തെ രക്ഷാപ്രവർത്തനമെന്ന് വിളിച്ച് ന്യായീകരിക്കുകയും അത് അന്വേഷിച്ച കേസ് ഡയറി വരെ തിരുവനന്തപുരത്ത് ഒളിപ്പിച്ച് താമസിപ്പിച്ച് തിരുത്തുകയും ചെയ്ത ആഭ്യന്തര വകുപ്പിന്റെ തനിനിറമാണ് നമ്മൾ കണ്ടത്. എന്നാൽ അവിടെയും തീരുന്നില്ല പിണറായിയും സംഘവും ഭരണം ഉപയോഗിച്ച് അട്ടിമറിച്ച കേസുകൾ. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസ്, കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണം, പോലീസ് സ്റ്റേഷനുകളിൽ നടന്ന അതിക്രൂരമായ ലോക്കപ്പ് പീഡനങ്ങൾ, ഇങ്ങനെ ജനങ്ങൾ നീതി ആഗ്രഹിക്കുന്ന വമ്പൻ കേസുകളാണ് ഇപ്പോൾ പുതിയ UDF സർക്കാരിന്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മുൻപിലേക്ക് ഇരച്ചെത്തിയിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വടകര നിയോജക മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണവും മതപരമായ ചേരിതിരിവും ഉണ്ടാക്കാൻ വേണ്ടി CPM സൈബർ ഗുണ്ടകൾ കെട്ടിച്ചമച്ച ഒന്നായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു നിരപരാധിയായ മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് PK മുഹമ്മദ് ഖാസിമിന്റെ തലയിൽ ഇത് കെട്ടിവെച്ച് വേട്ടയാടാൻ നോക്കിയെങ്കിലും ഈ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടതുപക്ഷ അനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണെന്ന് പോലീസ് തന്നെ പിന്നീട് ഹൈക്കോടതിയിൽ സമ്മതിക്കേണ്ടതായി വന്നു. DYFI പ്രാദേശിക നേതാവ് റിബേഷ് രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധന നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടിട്ട് ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. നിർണായകമായ ഈ ശാസ്ത്രീയ തെളിവുകൾ പുറത്തുവിടാതെ യഥാർത്ഥ പ്രതികളായ CPM സൈബർ നേതാക്കളെ സംരക്ഷിക്കാൻ പിണറായിയുടെ പോലീസ് ബോധപൂർവം ഫയലുകൾ പൂഴ്ത്തുകയായിരുന്നു. ഇതിനെതിരെയാണ് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ട് കണ്ട് കത്ത് നൽകിയിരിക്കുന്നത്. നാടിന്റെ സൗഹാർദ്ദം തകർത്ത ആ സൈബർ കുറ്റവാളികളെ വെറുതെ വിടില്ലെന്നും അടിയന്തരമായി അന്വേഷണം ഊർജിതമാക്കി യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. പിണറായി വിജയന്റെ പാർട്ടി കോട്ടയായ കണ്ണൂരിൽ വെച്ച് സത്യസന്ധനായ റവന്യൂ ഉദ്യോഗസ്ഥൻ ADMK നവീൻ ബാബുവിനെ കള്ളക്കേസിലും കള്ള ആരോപണത്തിലും കുടുക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് PP ദിവ്യയെ സംരക്ഷിക്കാൻ പിണറായിയും പാർട്ടിയും നോക്കിയ കളി കേരളം മറന്നിട്ടില്ല. അഴിമതിയോ കൈക്കൂലിയോ ഒന്നും നവീൻ ബാബു വാങ്ങിയിട്ടില്ലെന്ന് റവന്യൂ വകുപ്പ് തന്നെ കണ്ടെത്തിയിട്ടും PP ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി പോലീസും പ്രോസിക്യൂഷനും അണിയറയിൽ ഒത്തുകളിച്ചു. എന്നാൽ ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും പിണറായിസത്തിന് കനത്ത പ്രഹരമാണ് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ K മഞ്ജുഷ സമർപ്പിച്ച ഹർജിയിൽ അന്വേഷണം അനാവശ്യമാണെന്ന് വാദിച്ച പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും മുഖത്തടിച്ചുകൊണ്ട് PP ദിവ്യയുടെ ഔദ്യോഗിക ഫോൺ വിശദമായി പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടതാണ്. പുതിയ സർക്കാർ ഈ കേസിൽ കൃത്യമായ അന്വേഷണം ഉറപ്പാക്കുന്നതോടെ PP ദിവ്യയും അവരെ സംരക്ഷിച്ച വൻപന്മാരും അഴിക്കുള്ളിലാകുമെന്ന് ഉറപ്പാണ്. ഇതിന് പുറമെയാണ് പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് അഴിച്ചുവിട്ട പോലീസ് ഗുണ്ടകൾ. തൃശൂരിലടക്കം കേരളത്തിന്റെ പല മേഖലകളിലും സാധാരണക്കാരെ തല്ലിച്ചതച്ച സംഭവങ്ങൾ. 2025 കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച SI ഉൾപ്പെടെയുള്ളവരെ ജനകീയ പ്രതിഷേധത്തെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്തത്. ഹോട്ടൽ ജീവനക്കാരെ സ്റ്റേഷനിലിട്ട് പീഡിപ്പിച്ച PG മുൻ SHO PM രതീഷും കുടുങ്ങി. ഒടുവിൽ 2026 മെയ് മാസത്തിൽ തൊടുപുഴ സ്റ്റേഷനിലെ SI 21 വയസ്സുള്ള ഒരു പാവപ്പെട്ട തൊഴിലാളിയെ അടച്ചിട്ട മുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. അന്തിക്കാട് സ്റ്റേഷനിൽ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതും പാവറട്ടിയിലെ കസ്റ്റഡി മരണവുമെല്ലാം പിണറായിയുടെ പോലീസ് നയം എത്രത്തോളം മൃഗീയമായിരുന്നു എന്നതിന്റെ തെളിവുകളാണ്. ഭരണത്തിന്റെ തണലിൽ സ്വന്തം മാണികൾക്ക് വർഗീയ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാനും സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ മരണത്തിലേക്ക് തള്ളിവിടാനും സ്റ്റേഷനുകളിൽ സാധാരണക്കാരെ തല്ലിച്ചതയ്ക്കാനും ലൈസൻസ് നൽകിയ പിണറായി വിജയന്റെ ആഭ്യന്തര ഭരണം കേരള ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. എന്നാൽ അധികാരം മാറിയതോടെ പൂഴ്ത്തിവെച്ച ഓരോ ഫയലുകളും അട്ടിമറികളും പുതിയ VD സതീശൻ സർക്കാരിന്റെയും ഇടപെടലിലൂടെ പുറത്തു വരികയാണ്. ജനങ്ങളെ വഞ്ചിച്ചും അവരുടെ ദൗർബല്യം മുതലെടുത്തും CPM നടത്തിയ ഈ അട്ടിമറി നാടകങ്ങളെല്ലാം വിചാരണ ചെയ്ത് യഥാർത്ഥ കുറ്റവാളികളെ അഴിക്കുള്ളിലാക്കുന്നതുവരെ ജനാധിപത്യ കേരളം ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും.